السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് ബാബു തഅജ്ജുബ്. തഅജ്ജുബ് എന്ന അത്ഭുത വാക്യങ്ങൾ എങ്ങനെയാണ് അറബിയിൽ പറയുക, അതിൻ്റെ ഇറാബ് തർക്കീബ് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ പാഠത്തിൽ നോക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. താജ്ജുബിന് രണ്ട് രൂപമാണുള്ളത്, സിയകളാണുള്ളത്. ഒന്ന് മാ അഫ് അല, അഫ് എൽ ബിഹി, ഇത് രണ്ടുമാണുള്ളത്. അതിലെന്ത് ചെയ്യുക, ഈ ഫഅല എന്നുള്ളിടത്ത് വേറെ എന്തെങ്കിലും ഫീലുകൾ ചേർത്ത് കൊടുത്താൽ ഓക്കെ. അതാണ് താജ്ജുബിൻ്റെ രണ്ട് രൂപങ്ങൾ. അപ്പോൾ നമുക്കത് പാഠത്തിലേക്ക് നോക്കാം. വലിൽ അജബി ലഫ്ലാനി, ഈ തഅജ്ജുബിനിക്ക് അത്ഭുതത്തെ കുറിക്കാൻ വേണ്ടി ലഫ്ലാനി രണ്ട് ലഫ്ലുകളുണ്ട്. അഹദുഹ, അതിലൊന്നാമത്തത് മാ അഫ് അലഹു നഹു മാ അഹ്സന സെയ്ദൻ, സെയ്ദ് എന്തൊരു ഭംഗി എന്നർത്ഥം. ഓക്കെ, മാ അഫ് അലഹു എന്തൊരു പ്രവർത്തനമാണ്. അതുപോലത്തെ മാ അഫ് അല അതിൻ്റെ സിയ കൊടുത്താണ്. അപ്പോൾ മാ അഹ്സന സെയ്ദൻ, സെയ്ദ് എന്തൊരു ഭംഗി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു വലാഹറു അഫ് എൽ ബിഹി എന്നുണ്ട് കേട്ടോ. വലാഹറു രണ്ടാമത്തത് മറ്റേത് എന്നർത്ഥം. അപ്പോൾ ഒന്നാമത്തെ പറഞ്ഞു മാ അഫ് അല, രണ്ടാമത്തെ എന്താണ് അഫ് എൽ ബിഹി. അതിന് ഉദാഹരണം അഹ്സിൻ ബി സെയ്ദിൻ, സെയ്ദ് എന്തൊരു ഭംഗി. രണ്ടിൻ്റെ അർത്ഥം എന്താണ്? സെയ്ദ് എന്തൊരു ഭംഗി എന്ന അർത്ഥത്തിന് കേട്ടോ. പിന്നെ നമുക്ക് വിശദീകരണത്തിലേക്ക് നോക്കാം. ഫമ ഹാദിഹി ബിമ അനാശൈ. ഫമ, ഇവിടെ മാ അഫ് അല എന്നുള്ളിടത്ത് മാ, ഹാദിഹി ഈ മാ എന്നർത്ഥം. ബിമാന ഷെയ്ഇൻ, ഷെയ് എന്ന അർത്ഥത്തിനിക്കുള്ളതാണ്. ഓക്കെ, ഷെയ് എന്ന അർത്ഥത്തിനിക്കാണ് ഇവിടുത്തെ മാ വന്നത്. വഹ്വ മർഫൂൻ, അത് റഫ് ചെയ്യപ്പെട്ടതാണ്. ഏത് മാ എന്നുള്ളത് അത് റഫ് ചെയ്യപ്പെട്ടതാണ്. ബിൽ ഇബ്തിദായി, മുബത്തദാണെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, ഇബ്തിദായിൻ്റെ അടിസ്ഥാനത്തിൽ മാ മർഫു ആണ്. വ ഖബറുഹു, മുബത്തദ എന്നാൽ പിന്നെ അതിൻ്റെ ഖബർ വേണ്ടേ. അപ്പോൾ വ ഖബറുഹു, അതിൻ്റെ ഖബറാകുന്നത് അൽ ജുംലത്തുല്ലത്തി ബഅദഹു, അതിൻ്റെ ശേഷം വന്ന ജുംലയാണ്. അഹ്സന സെയ്ദൻ എന്നുള്ള ജുംലയാണ് മായുടെ ഖബർ. അപ്പോൾ മാ എന്നുള്ളത് മുബത്തദ, അത് മർഫു. അഹ്സന സെയ്ദൻ എന്നുള്ളത് ഖബർ മർഫു ആയിട്ട് കേട്ടോ, മഹല്ല് മർഫു ആയിട്ട്. വ തഖ്ദീറുഹു, ഇവിടെ നമ്മൾ സങ്കല്പിക്കുന്നതാകുന്നത് അയ്യ ഷൈഇൻ അഹ്സന സെയ്ദൻ, അയ്യ ഷൈൻ എന്തൊരു വസ്തുവാണ്, അഹ്സന സെയ്ദൻ സെയ്ദിനെ ഭംഗിയാക്കിയത് എന്നർത്ഥത്തിനിക്കാണ്. അപ്പോൾ സെയ്ദ് എന്തൊരു ഭംഗി എന്ന് ഉദ്ദേശിക്കുകയാണെന്ന് പറയാം മാ അഹ്സന സെയ്ദൻ. ഓക്കെ, അയ്യ ഷൈഇൻ അഹ്സന സെയ്ദൻ, സെയ്ദിനെ ഭംഗിയാക്കിയ കാര്യം എന്താണ്. ഇവിടെ അയ്യ ഷൈൻ എന്നുള്ളത് മുബത്തദ, അഹ്സന സെയ്ദൻ എന്നുള്ളത് ഖബറായിട്ട് കേട്ടോ. ഫൽ മുതഅജ്ജബു മിൻഹു സെയ്ദുൻ, ഇതിൽ നിന്നും അത്ഭുതപ്പെടുന്നത്, എന്നാൽ എന്തിനെക്കുറിച്ചാണോ അത്ഭുതം പറയുന്നത് എന്നർത്ഥം. അൽ മുതഅജ്ജബു മിൻഹു, തഅജ്ജബു മിൻഹു, മുതഅജ്ജബു മിൻഹു എന്താണ്? സെയ്ദൻ എന്നുള്ളതാണ്. കാരണം ആരെക്കുറിച്ചാണ് അത്ഭുതം പറയുന്നത്? സെയ്ദിനെ കുറിച്ച്. അപ്പോൾ മുതഅജ്ജബു മിൻഹു സെയ്ദാണ്. വഹുവ മൻസൂബുൻ, അതുകൊണ്ട് ഈ സെയ്ദൻ എന്നുള്ളത് മൻസൂബാണ്. സെയ്ദൻ മാസന സെയ്ദൻ എന്നുള്ളത് മൻസൂബുമാണ്. മുതഅജ്ജബു മിൻഹു മൻസൂബാണ് എന്നർത്ഥം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു ഫമാ അസ്ബറഹും അലന്നാർ, ഫമാ അസ്ബറഹും അലന്നാരി വതഖ്ദീർ അയ്യ ഷൈഇൻ അളീമൻ അസ്ബറഹും അലന്നാർ, എന്തൊരു വലിയ കാര്യമാണ് അവരെ ഈ നരകത്തെ തൊട്ടും ക്ഷമിച്ചു നിൽക്കുന്നത് എന്നർത്ഥം. അവരെ ക്ഷമിപ്പിച്ച കാര്യം എന്താണ്, അവരെങ്ങനെയാണ് ആ നരകത്തെ നിന്നും ക്ഷമിച്ചിരിക്കുന്നത് എന്നർത്ഥം. ഫമാ അസ്ബറഹും, മാ എന്നുള്ളത് മുബത്തദ, അസ്ബറഹും അലന്നാരി എന്നുള്ള ജുംല ഖബറായിട്ട്. പിന്നെ അതുപോലെ തന്നെ മാ എന്നുള്ളത് അയ്യ ഷൈൻ എന്നുള്ളതാണ്. ഈ ഷൈൻ അലീമിൻ എന്തൊരു വലിയ കാര്യമാണ്, വസ്തുവാണ്. അസ്ബറഹും അവരെ ക്ഷമിപ്പിച്ചത് അലന്നാരി നരകത്തെ തൊട്ട്. അപ്പോൾ നരകത്തിൽ നിന്നും അവരെ ക്ഷമിപ്പിക്കുന്ന, അവരെ ക്ഷമ ഉണ്ടാക്കുന്ന കാര്യം എന്താണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇവിടെ മാ അസ്ബറഹും മാ അഫ് അല എന്നുള്ളതാണ് കേട്ടോ. അലന്നാ അസ്ബറഹും അലന്നാർ. പിന്നെ അതുപോലെ തന്നെ അലന്നാ തഖ്ദീർ, ഇവിടുത്തെ തഖ്ദീർ ആകുന്നത് സങ്കല്പിക്കുന്നത്. ഇവിടെ എന്താണ് സങ്കല്പിക്കുന്നത്?
അയ്യ ഷൈൻ അലീമിൻ എന്തൊരു വസ്തുവാണ് ആ അസ്ബറഹും അവലന്നാരി നരകത്തെ തൊട്ടും അവരെ ക്ഷമിപ്പിച്ച് നിർത്തുന്നത്. ലമീർ നസ്ബുൻ ഇവിടുത്തെ അസ്ബറഹും അലന്നാർ എന്നുള്ളത് ലമീർ നസ്ബാണ്, മൻസൂബാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത് പറഞ്ഞു മാ അഫ് അല. ഇനി രണ്ടാമത്തെ വൽ ആഖറു രണ്ടാമത്തെ ലഫ്ൽ മറ്റേ ലഫ്ൽ അതോ ഒന്ന് പറഞ്ഞു ആഖർ എന്ന് പറഞ്ഞാൽ അടുത്തത് എന്നർത്ഥത്തിനിക്ക്, മറ്റേത് എന്നർത്ഥത്തിനിക്ക്. മനസ്സിലായല്ലോ? ആഖർ അല്ല ആഖർ. അഫ് ഇൽ ബിഹി അഫ് ഇൽ ബിഹി എന്നാണ് രണ്ടാമത്തെ ലഫ്ല്. നഹു അഹ്സിൻ ബി സെയ്ദിൻ സെയ്ദ് എന്തൊരു ഭംഗി. അഹ്സിൻ ബി സെയ്ദിൻ അതിനർത്ഥം നോക്കേണ്ട എന്താണ്? സെയ്ദ് എന്തൊരു ഭംഗി. മൗളി സെയ്ദിൻ റഫ് ഉൻ സെയ്ദിൻ്റെ ഇവിടുത്തെ സ്ഥലം എന്താണ്? മക്കാൻ എന്താണ്? റഫ് ആണ്, മർഫു ആണ്. കാരണം ഫായിലു അഹ്സിൻ അഹ്സിൻ എന്നുള്ളതിൻ്റെ ഫായിലാണ് സെയ്ദിൻ എന്നുള്ളത്. അപ്പോൾ ബി സെയ്ദിൻ എന്നുള്ളത് മർഫു ആണ്, കാരണം അത് അഹ്സിൻ എന്നുള്ളതിൻ്റെ ഫായിലാണ്. അപ്പോൾ അഹ്സിൻ എന്നുള്ളതിൻ്റെ ഫായിലായ ബി സെയ്ദിൻ എന്നുള്ളത് മർഫു ആണ്. ലിഅന്ന അഹ്സിൻ അഹ്സിൻ എന്നുള്ളത് ഫി മൗളി മാനിൽ ഖബരി ഖബറിൻ്റെ സ്ഥാനത്തുള്ളതാണ്. വൈൻകാന ബി ലഫ്ലിൽ അംരി അത് അമ്രിൻ്റെ ലഫ്ല് കൊണ്ടാണെങ്കിലും വൈൻകാന ആണെങ്കിലും ബി ലഫ്ലിൽ അംരി അമ്രിൻ്റെ ലഫ്ല് കൊണ്ടാണെങ്കിലും. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ പറയുന്നു അസ്മി ബിഹിം വ അബ്സിർ യൗമ യഅ്തൂന. അസ്മി ബിഹിം ഖാല അല്ലാഹു തആല വ അസ്മി ബിഹിം വ അബ്സിർ യൗമ യഅ്തൂന എന്ന് പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് അവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് എന്തൊരു കേൾവിയും എന്തൊരു കാഴ്ചയുമാണ് എന്നാണ്. അസ്മി ബിഹിം അവർക്ക് എന്തൊരു കേൾവിയാണ്, വ അബ്സിർ അവർക്ക് എന്തൊരു കാഴ്ചയുമാണ്, യൗമ യഅ്തൂന അവർ നമ്മുടെ അടുത്ത് വരുന്ന ദിവസം എന്ന് പറയുമ്പോൾ ദുന്യാവിൽ അള്ളാഹു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ കേട്ടില്ല, അവർ കണ്ടില്ല. പക്ഷേ അവർ ആഖിറത്ത് വരുമ്പോൾ അവർ എന്തൊരു കാഴ്ചയും എന്തൊരു കേൾവിയുമാണ് അവർക്ക് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ വിഷയം എന്താണ്? അസ്മ ബിഹിം വ അബ്സിർ ബിഹിം എന്നുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അഫ് എൽ ബി എന്നുള്ള വചനം വന്നല്ലോ, അതാണ് അഫ് എൽ ബി സെയ്ദിൻ അഹ്സിൻ അഹ്സന അഹ്സിൻ ബി സെയ്ദിൻ എന്നർത്ഥം എന്തൊരു ഭംഗിയാണ് സെയ്ദിന് എന്നർത്ഥം. അപ്പോൾ ഇതാണ് എന്ത് താജ്ജുബിൽ മനസ്സിലാക്കാനുള്ളത്. രണ്ട് സ്ത്രീകളാണ്, ഒന്ന് മാ അഫ് അല, ഒന്ന് അഫ് എൽ ബിഹി. രണ്ടിൻ്റെ അർത്ഥം എന്താണ്? എന്തൊരു ഭംഗി എന്നൊരു അർത്ഥം. എന്തൊരു എന്നർത്ഥം ആ അത്ഭുതത്തിൻ്റെ അതെനിക്കാണ്. അഹ്സനാണെന്നുണ്ടെങ്കിൽ ഭംഗി എന്നിക്കാരം, അജ്മല പറഞ്ഞാൽ ഭംഗി ആയിക്കാരം. അതുപോലെ ഏറ്റവും നല്ല അഹ്സന് നല്ല സ്വഭാവമുള്ള അഹ്സൻ ഖുൽഖൊക്കെ ആണെങ്കിൽ അഖ്ലഖ്, അങ്ങനത്തെ വളരെ സിമ്പിളായിട്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. ബാബ് താജ്ജുബ് എന്നുള്ളത് മുബത്തദ എന്ന് കളയപ്പെട്ട എന്ത് ഹാദ എന്നുള്ള ഒരു മുബത്തയുടെ ഖബറായിട്ടാണ് ബാബു താജ്ജുബ് എന്ന് വരുന്നത്. താജ്ജുബ് മുദാഫ് ഇലൈഹി. വലിൽ അജബ് എന്നുള്ള ജാർ മജ്റൂർ ഖബർ മുഖദ്ദം ലഫ്ലാനി എന്നുള്ളത് മുബത്തദ മുഅഖറായിട്ട്. അഹദുഹ എന്നുള്ളത് മുബത്തദ, ഹുമാ അഹദുഹുമ എന്നുള്ള മുദാഫ് ഇലൈഹി. അഹദുമ എന്ന മുബത്തയുടെ ഖബർ മാ അഫ് അലഹു എന്നുള്ളത് കേട്ടോ. നഹ്വ എന്നുള്ളത് മിസാലുഹു എന്നൊരു കളയപ്പെട്ട മുബത്തയുടെ ഖബറാണ് നഹ്വ എന്നുള്ളത്. മാ അഹ്സന സെയ്ദൻ എന്നുള്ളത് മുദാഫ് ഇലൈഹി ആയിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാ മുബത്തദ അഹ്സന സെയ്ദൻ എന്നുള്ളത് ഖബർ. പിന്നെ അഹ്സന എന്നുള്ള ഫീല് മാ അഹ്സനായിട്ട്, മാ എന്നുള്ള മുബത്തദ അഹ്സന സെയ്ദൻ എന്നുള്ളത് ഖബറായിട്ടും, സെയ്ദൻ എന്നുള്ളത് മൻസൂബ്. ഓക്കെ. പിന്നെ ഫമാ എന്നുള്ളത് മുബത്തദ, മാ എന്നുള്ളത് ഇവിടെ മുബത്തദ, ഹാദി എന്നുള്ളത് സിഫത്ത്, ബിമാന ഷെയ് എന്നുള്ളത് ഖബറിൽ, ബിമാന ഷെയ് എന്നുള്ളത് ഖബർ, ഷെയ് എന്നുള്ളത് മുദാഫ് ഇലൈഹി, ജാർ മജ്റൂർ ഖബർ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വഹുവ എന്നുള്ള മുബത്തദ, അതിൻ്റെ ഖബർ മർഫൂൻ എന്നുള്ളത് ഖബർ, ബിൽ ഇബ്താ ജാർ മജ്റൂർ താലിക്ക് മർഫൂനോട്. ഖബറുഹു എന്നുള്ളൊരു മുബത്തദ, മുബത്തയുടെ ഖബഹു എന്നുള്ള മുദാഫ് ഇലൈഹി, ആ മുബത്തയുടെ ഖബർ അൽ ജുംലത്തുൽ ലത്തി ബഅദഹു എന്നുള്ളത്, അല്ലത്തി ബഅദഹു എന്നുള്ളത് മൗസൂല സില ആയിട്ട്. പിന്നെ വതഖ്ദീറുഹു എന്നുള്ളത് മുബത്തദ, ഹു മുദാഫ് ഇലൈഹി, അയ്യ ഷൈഇൻ അഹ്സന സെയ്ദൻ എന്നുള്ളത് ഖബറായിട്ട്. പിന്നെ അയ്യ ഷൈഇൻ എന്നുള്ള മുബത്തദ, അഹ്സന സെയ്ദൻ എന്നുള്ളത് ഖബറും. ആ ജുംലയാണ് തഖ്ദീറു എന്നുള്ളത് മുബത്തയുടെ ഖബർ. ആ ഷൈഇൻ എന്നുള്ളത് അയ്യൻ്റെ മുദാഫ് ഇലൈഹി ആയിട്ട്, അഹ്സന എന്നുള്ളതിൻ്റെ സെയ്ദൻ എന്നുള്ളത് മൻസൂബായിട്ടും. വൽ മുതഅജ്ജബ് മിൻഹു എന്നുള്ളത് ഫൽ മുതഅജ്ജബ് മിൻഹു എന്നുള്ള മുബത്തദ, അതിൻ്റെ ഖബർ സെയ്ദുൻ എന്നുള്ളത്. വഹുവ മുബത്തദ മൻസൂബ് എന്നുള്ളത് ഖബർ. ഖാല ഫീൽ അല്ലാഹു ഫായിൽ തആല ഹാല്. ഫമാ അസ്ബറഹും അലന്നാർ എന്നുള്ളടത്ത് ഫമാ എന്നുള്ളത് ഇവിടെ മുബത്തദ, അസ്ബറഹും അലന്നാർ എന്നുള്ളത് ഖബറായിട്ട്,
അലന്നാറ് ജാറ് മജറൂർ താലൂക്ക് അസ്ബറയോട് ഹും എന്നുള്ളത് അസ്ബറ ഫുലായിട്ട് ഫായിലായിട്ട്. വത്തഖദീർ എന്നുള്ള മുബത്തദ ആ മുബത്തയുടെ ഖബർ അയ്യ ഷൈഇൻ അലീമിൻ അസ്ബറഹും അലന്നാർ എന്നുള്ളത് തഖദീർ എന്ന മുബത്തയുടെ ഖബർ ഈ ജുംല. പിന്നെ അതുപോലെ തന്നെ അയ്യ ഷൈഇൻ അലീമിൻ എന്നുള്ളത് മുബത്തദ അസ്ബറഹും അലന്നാർ എന്നുള്ളത് ഖബർ. അയ്യ ഷൈഇൻ മുദാഫിലേഹി ആയിട്ട് അലീമിൻ എന്നുള്ളത് സിഫത്ത് അസ്ബറഹും അലന്നാർ ജാർ മജ്റൂർ താലിക അസ്ബറയോട്. അപ്പോൾ മൗലിഉൽ ലമീർ എന്നുള്ളത് ഒരു മുബത്തദ ലമീർ മുദാഫിലേഹി ആ മുബത്തയുടെ ഖബർ നസ്ബുൻ എന്നുള്ളത്. നസ്ബുൻ റഫ് എന്നൊക്കെ അർത്ഥം എന്താണ്? മർഫൂൻ മൻസൂബുൻ എന്നൊക്കെയാണ്. റഫ് ചെയ്യപ്പെട്ടത് റഫുടേത്, നസ്ബ് ചെയ്യപ്പെട്ടത് നസ്ബുടേത് എന്നൊക്കെ അർത്ഥം. വൽ ആഖറു എന്നുള്ള മുബത്തദ അതിൻ്റെ ഖബർ അഫ് ഇൽ ബിഹി എന്നുള്ളത്. അഫിൽ ബിഹി എന്നുള്ളതാണ് ഖബർ. ഓക്കെ. പിന്നെ നഹ്വു എന്നുള്ളത് മിസാലുഹു എന്നൊരു കളയപ്പെട്ട മുബത്തയുടെ ഖബറായിട്ട് നഹ്വു. അതിന് മുദാഫിലേഹിയാണ് അഹ്സിൻ ബിസൈദിൻ എന്നുള്ളത്. അഹ്സിൻ ബിസൈദിൻ എന്നുള്ളത് കേട്ടോ. പിന്നെ വമൗളിഉ സൈദിൻ എന്നുള്ളത് മുബത്തദയുടെ ഖബർ റഫ്ഉൻ എന്നുള്ളത്. സൈദിൻ എന്നത് മുദാഫിലേഹി, റഫ്ഉൻ എന്നുള്ളത് ഖബർ. പിന്നെ ഖബറും ബാദ ഖബറാണ് ഫായിലു അഹ്സിൻ എന്നുള്ളത് കേട്ടോ. അഹ്സിൻ എന്നുള്ള മുദാഫിലേഹി, ഫായിലു എന്നുള്ളത് ഖബറും ബാദ ഖബറായിട്ട്. പിന്നെ ബദലും ആക്കാം. ലി അന്ന ലാമ താലിൽ അന്ന അർഫ് തൗക്കീദ് അഹ്സിൻ എന്നുള്ളത് അന്നയുടെ ഇസ്മ അർഫ് തൗക്കീദ് അതിൻ്റെ ഇസ്മാണ് അഹ്സിൻ എന്നുള്ളത്. ഫി മൗദി മാനൽ ഖബറി എന്നുള്ളത് അന്നയുടെ ഖബറായിട്ട്. ഓക്കെ. ഫി ജാർ മജ്റൂർ ഖബർ. മൗദി മാന എന്നുള്ള മുദാഫിലെ അതിൻ്റെ മുദാഫിലെ ഖബരി എന്നുള്ളത്. വ ഇൻ എന്നുള്ള ഷർത്ത് കാന അങ്ങനെ വന്നിട്ട് ആണെങ്കിലും എന്നല്ല. അപ്പോൾ നാഖിസ് ബിലഫ്ദിൽ അംരി ലമീർ ഇസ്മ ബിലഫ്ദിൽ അംരി എന്നുള്ളത് ഖബർ. ഖാല ഫീൽ അല്ലാഹു ഫഅല തആല ഹാല അസ്മ ബിഹിം വ അബ്സിർ എന്നുള്ളത് താജിമിന് വേണ്ടി വന്നത്. പിന്നെ അതുപോലെ തന്നെ മൗദിഉൽ ഖബറാണ് പറഞ്ഞു അല്ലേ. അവിടെ അസ്മ എന്നുള്ളതും ബിഹിം ഇങ്ങനെ ബിഹിം എന്നുള്ള അത് മൗദിഉ സൈദിൻ എന്നുള്ള. അപ്പോൾ അസ്മ ബിഹിം എന്നുള്ള ആ ഹിം എന്നുള്ളതാണ് എന്ത് റഫ്. മൗദിഉ സൈദിന് മുമ്പ് പറഞ്ഞ പോലെ അഹ്സിൻ ബി സൈദിനടുത്ത് സൈദ് റഫ് ആയതുപോലെ ഇവിടെ ബിഹിം എന്നുള്ള ആ ഹിമ്മാണ് എന്ത് റഫിൻ്റെ സ്ഥാനത്തുള്ളത്. അസ്മ എന്നുള്ളതോ അത് ഖബറുമാണ്. അപ്പം മുബത്തദയാണ് ഹിമ്മ എന്നുള്ളത്. ബിഹിം എന്നുള്ളത് മുബത്തദ, അസ്മ എന്നുള്ളത് ഖബറിൻ്റെ സ്ഥാനത്തും. അപ്പോൾ അബ്സിർ എന്നുള്ള അത്തഫ് യൗമൽ ഉർഫ് യഅ്തൂന എന്നുള്ളത് ഫെയില് ലമീർ ഫൈല് നാ എന്നുള്ളത് മഫ്ഊലായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് അജിബത്തു മിൻ സൈദിൻ എന്നൊക്കെ. അത് സാധാരണ നമ്മൾ ഫെയിൽ വെച്ച് പറയാനുള്ള. അപ്പോൾ അതിൻ്റെ ഒരു സാഹിത്യപരമായ രീതിയാണ് എന്ത് മാ അഫ് അല അഫ് ഇൽ ബിഹി എന്നുള്ളതൊക്കെ കേട്ടോ. കാര്യമായിട്ട് അത്ര തന്നെ മനസ്സിലാക്കാനുള്ളൂ ഈ പാഠത്തിൽ. അപ്പോൾ ഏതായാലും നമുക്കതിലെ വർക്കുകൾ നോക്കാം. വളരെ സിമ്പിളായ വർക്കുകളാണ്. അൻഷിത്ത ഒന്നാമത്തത് നുമസ്സിൽ സിയഗത്തൈ അത്താജുബ്. താജുബിന് 2 സിയകളുണ്ടല്ലോ. മാ അഫ് അല അഫ് എൽ ബി ഇത് രണ്ടിനും ഉദാഹരണം എഴുതുക എന്നാണ് പറഞ്ഞത്. പിന്നെ അടുത്തത് നലൗ സിയഗത്തൈ താജുബി മിൻ ഖൈൽ ഖൗസൈൻ ഫിൽ മക്കാനിൽ ഖാലി എന്നാണ്. ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഈ ബ്രാക്കറ്റിൽ നിന്നും ചേർത്ത് കൊടുക്കുക. മാ അഖ്ബഹ എന്ന് പറഞ്ഞാൽ എന്തൊരു മോശം, എന്തൊരു ചീത്ത. മാ അജ്മല എന്തൊരു ഭംഗി. മാ അഹ്സന എന്തൊരു നല്ലത് അല്ലെങ്കിൽ എന്തൊരു നന്മയുള്ളത് എന്നൊക്കെ അർത്ഥത്തിനിക്ക്. ആലിംബി എന്ത് വലിയ കാര്യം എന്നർത്ഥം, എന്തൊരു വലിയ കാര്യമാണ് എന്നർത്ഥം. അപ്പോൾ അവിടെ അസ്സമാഉ എന്നുണ്ട് ആകാശം. അതുപോലെ തന്നെ അല്ലാ യുഅദ്ദിർ റജുലു സ്വലാത്ത ഫി വക്തിഹ ഒരു മനുഷ്യൻ നിസ്കാരം അവൻ അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് എന്തൊരു കാര്യമാണല്ലേ. അതുപോലെ തന്നെ അസ്ഹാറുൽ ഹദീഖത്തി തോട്ടത്തിലെ പൂവുകൾ. അതുപോലെ തന്നെ അൽ ബദ്റുൽ മുനീർ പ്രകാശിക്കുന്ന ചന്ദ്രൻ. അവിടെയൊക്കെ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എടുത്ത് എഴുതുക. പിന്നെ പറയുന്നത് ഇനി നമുക്ക് ഇറാബ്, ഇതിൻ്റെ ഇറാബുകളൊക്കെ എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കുക. ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. മാ അഹ്സന സൈദൻ എന്നുള്ളത് മാ മുബത്തദ മർഫു മഅനാഹു അയ്യഷൈ. അയ്യഷൈ എന്ന അർത്ഥത്തിലേക്ക് വരുന്ന മർഫു ചെയ്യപ്പെട്ട മുബത്തദയാണ് മാ എന്നുള്ളത്. അഹ്സന എന്നുള്ളതോ ഫീൽ മാലി വൽ ഫായിലും മുസ്തതിർ വുജൂബൻ. ഇവിടുത്തെ ഫായിലും മുസ്തതിർ വുജൂബാണ്. ഓക്കെ. മാ അഫ് അല എന്നുള്ളിടത്ത് എന്താണ് അഫ് അല എന്ന ഫീൽ മാലിയാണ്, ഫായിൽ മുസ്തതിറാണ്. വുജൂബായിട്ട് മുസ്തതിർ ആവണം. അതായത് നിർബന്ധമായി മറയൽ നിർബന്ധമായ മുസ്തതിറായ ഫായിലാണ് എന്നർത്ഥം. സൈദൻ എന്നുള്ളതോ മഫ്ഉൽ ബിഹിയാണ്, മൻസൂബാണ്. ഓക്കെ. വൽ ജുംലത്തു അഹ്സന സൈദൻ എന്നുള്ളത് ഖബറും. മാ എന്ന മുബത്തയുടെ ഖബർ അഹ്സന സൈദന. അതുപോലെ എന്ത് ചെയ്യുക, മാസ്ബർ അൽ മരീല എന്നുള്ളത് മാസ്ബറ അൽ മരീല എന്നുള്ളത് എവിടെ അതുപോലെ എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മാ എന്നുള്ളത് മുബത്തദ മർഫുആണ് മഅനാഹു അയ്യഷൈ. അതുപോലെ തന്നെ. അസുബറ എന്നുള്ളതോ ഫീൽ മാദി ഫായിൽ മുസ്തതിർ വുജൂബൻ.
പിന്നെ മരീല എന്നുള്ളത് എന്തായിരിക്കും? അപ്പം മഫ്ഊൽ ബിഹി മൻസൂബ്. പിന്നെ അൽ ജുംലത്തു അസ്ബറൽ മരീല എന്നുള്ളത് ഖബറുഹു, ഇത് മായുടെ ഖബറായിട്ട്. അതുപോലെയാണ് അടുത്ത് എഴുതേണ്ടത് അഹ്സിൻ ബി ഖാലിദ് എന്നുള്ളത്. അഹ്സിൻ എന്നുള്ളത് നമ്മൾ പാഠത്തിൽ പഠിച്ചല്ലോ, എന്താണ്? ഫീല അമ്രാണ്. അതുപോലെ തന്നെ അത് ഖബറിൻ്റെ സ്ഥാനത്താണ്. ബി ഖാലിദിൻ എന്നുള്ളത് എന്താണ്? റഫ് ആണ്. നമ്മുടെ ഈ അവസാന ഭാഗത്ത് നമ്മൾ പറഞ്ഞു അതിൻ്റെ വിശദീകരണം. ഫി മൗലി സെയ്ദിൻ, മൗലിഉ സെയ്ദ് റഫ് ആണ്. അപ്പം ഇവിടെ ഇതുപോലെ പറയണം, മൗലു എന്താണ്? ഇവിടുത്തെ ഇതിൽ മൗലിഉ ഖാലിദ് എന്നുള്ളതോ റഫ് ആണ്. അപ്പം നമ്മൾ ബി ഖാലിദിൻ എന്നുള്ളതാണ് എന്ത്? മുബത്തദ മർഫു ആയിട്ട്. ഓക്കെ, അവിടെ എന്താ? മഹല്ലിൽ റഫ് ആണ് എന്നർത്ഥം. അഹ്സിൻ എന്നുള്ളതോ ഖബറും, ഫീല് അമ്ര ഖബർ, ബി ഖാലിദിൻ ജാറു മജ്റൂർ മുബത്തദ ആയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എഴുതാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. ഈ അഹ്സിൻ ബി ഖാലിദ് നല്ല ശ്രദ്ധിക്കണം. അതിൻ്റെ ഇറാബ് നമ്മൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എവിടുത്തെ എന്ത്? ബി സെയ്ദിൻ എന്നുള്ളത് എന്താണ്? റഫ് ആണ്. ഓക്കെ, പിന്നെ അഹ്സിൻ എന്നുള്ളതോ ഖബറുമാണ്. ഫി മൗദിൽ ഫി മാനൽ ഖബരി, ഖബറിൻ്റെ അർത്ഥത്തിനിക്കുള്ള ആണ് അർത്ഥം. അപ്പോൾ അവിടെ വൈൻകാന ബിലഫ്ദിൽ അമ്ര, അമ്രിൻ്റെ, അപ്പോൾ ഫീൽ അമ്ര ഖബറിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഖബറിൻ്റെ അർത്ഥത്തിന് എന്നൊക്കെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് എഴുതുക, എന്നിട്ട് അയച്ചു തരിക. അസ്സലാമു അലൈക്കും.